ಸ್ವೀಕರಿಸೋ ಹೃದಯದ ಪರವಾಗಿ ಎಲ್ಲ ಜನುಮ ನೀನು ನನಗೆ ನಾನು ನಿನಗೆ ಎಂದು ಬರೆದಾಗಿದೆ ಕನಸಲಿ ಮಾಡಿದ ಪುಣ್ಯವು അപ്പൊ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് മാർട്ടിൻ മൂവിയിലെ എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് എ ഫസ്റ്റ് സിംഗിൾ ബിക്കോസ് അതിന് മുന്നേ ലോട്ട്സ് ഓഫ് ഓൾമോസ്റ്റ് 1 year ആയിട്ട് ഇതിന്റെ അപ്ഡേറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലൈക്ക് ദിസ് ടൈം ഒരു റൊമാൻറ്റിക് വൈബിലുള്ള ഒരു തംബ്നെയിലാണുള്ളത് ബിക്കോസ് ഇൻ അതർ അപ്ഡേറ്റ്സ് ആൻഡ് ഓൾ ഇറ്റ് വാസ് ലൈക്ക് so high octane intense that too heavy mass എന്നൊക്കെ പറയില്ലേ because his screen presence is like കംപ്ലീറ്റ് ഹെവി അല്ലെ ആ ഒരു കഴിഞ്ഞ ട്രെയിലറിന്റെ അകത്ത് ഒരു ഹോളിവുഡ് വൈബ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. സോ കംപ്ലീറ്റ്ലി ഡിഫറൻസ് ആണ്. ഇതൊരു വീഡിയോ സോങ് ആണ് ഇറങ്ങിയിരിക്കുന്നത്, പക്ഷെ അതിനകത്ത് ഭയങ്കര ഒരു റൊമാൻറ്റിക് ഒരു സംഭവമൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് തോന്നുന്നത്. ദാറ്റ് ലിറിക്കൽ അല്ലേ പൊതുവെ സോങ്സ് ഒക്കെ ഇറങ്ങാറ്, ബട്ട് ഡയറക്ട്ലി വീഡിയോ സോങ് അല്ലെ. സോ സോങ്ങിന് വേണ്ടി വേറെ തന്നെ ഷൂട്ട് ചെയ്താണ് ഇനി ചിലപ്പോ മൂവിയിൽ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ചിലപ്പോ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ആ ഒരു അട്രാക്ഷന് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോ പാടിയിരിക്കുന്നത് നമ്മുടെ സോനു നിഗമാണ്. ആൻഡ് ഓൾസോ മ്യൂസിക് ബൈ മനീഷ് ശർമ്മ. അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം മനീഷ് ശർമ്മയുടെ മ്യൂസിക് ഒക്കെ നമുക്ക് ആ ഒരു ഭയങ്കര ഒരു രസം ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് നമുക്ക് ഭയങ്കര, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ റീസെന്റ് നമ്മള് തെലുഗു മൂവീസിലൊക്കെ കാണുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു മ്യൂസിക് സംഭവങ്ങളൊക്കെ. അത് ആ സമയത്ത് വേറെ ലെവലായിരുന്നു, ഈ സമയത്ത് വേറെ ലെവലായിരുന്നു. അതായത് ഓൾഡൻ ടൈംസിലുള്ള അദ്ദേഹത്തിന്റെ സോങ്സ് അടക്കം ഇപ്പോഴും റിപ്പീറ്റ് വാല്യൂ ഉണ്ട്, അങ്ങനത്തെ ഒരു സംഭവമാണ്. അതായത് പണ്ട് തന്നെ ഇപ്പൊ ഏകദേശം ഈ അറിയിലുള്ള തരത്തിലുള്ള സോങ് അങ്ങേരെ അന്ന് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് കാണാം. Calm your mind with chakra based meditation music. Saregama Karwa Wellness. രണ്ടുപേരുണ്ട് കേട്ടോ സിംഗേഴ്സ്. ನಾನು ನೀನು ಇಬ್ಬರೇ ಪ್ರೀತಿ ಎಂಬ ಮುತ್ತಿನ ತೇರಲ್ಲಿ ನಿನ್ನಯ ಎದುರಿಗೆ ಸುಮ್ಮನೆ ಕೂರುವೆ ಹೃದಯದ ಮನವಿಗೆ ಸೋಲಲು ಇದೇ ಪ್ರೀತಿ ಇದೇ ರೀತಿ ಇರಲಿ ಎಂದಿಗೂ. ಜೀವನೇನೆ ಜೀವನೇನೆ ಜೀವವೇ ಹೋಗಿ ಬಂದರು. ಜೀವನೀನೇ ಜೀವನೀನೇ ಈ ಉಸಿರು ನಿಂತೆ ಹೋದರು. ನಾನು ನೀನು ಇಬ್ಬರೇ ಊರಲ್ಲಿ ಪ್ರೀತಿ ಎಂಬ ಮುತ್ತಿನ ತೇರಲ್ಲಿ Music also like that. Everything used. ಸ್ವೀಕರಿಸೋ ಹೃದಯದ ಪರವಾಗಿ ಎಲ್ಲ ಜನುಮ ಎಲ್ಲಿ ಸಿಗಲಿ ನಿನ್ನೆ ವರ ನೀಡಲಿ. ಇಬ್ಬರ ಒಲವೋ ಕಣ್ಣಲ್ಲಿ ಕರವದೆ ಹಾಗೆ ಉಳಿಯಲಿ. ಇಡೀ ಆಕಾಶವೇ ಹಾರೈಸಲಿ ನನ್ನೆಲ್ಲ ಪ್ರೀತಿ ನೀನೆ. ಜೀವನೀನೇ ಜೀವನೀನೇ ಜೀವವೇ ಹೋಗಿ ಬಂದರು. ಜೀವನೀನೇ ಜೀವನೀನೇ ಈ ಉಸಿರು ನಿಂತೆ ಹೋದರು. Not expected like a love song from this movie. I never expected.
ಉಸಿರೆಲ್ಲವೂ ನೀನು ನನಗೆ ನಾನು ನಿನಗೆ ಎಂದು ಕರೆದಾಗಿದೆ. ಕನಸಲಿ ಮಾಡಿದ ಪುಣ್ಯವು ಬದುಕಿಗೆ ನಿನ್ನ ನೀಡಿದೆ. ಏನಾದರೂ ಕೇಳಿದ್ದರೆ ನಿನ್ನನ್ನು ಮಾತ್ರ ತಾನೇ. ಮರು ಮಾತಿಲ್ಲದೆ ಶರಣಾಗುವ ಅಭ್ಯಾಸ ಪ್ರೀತಿ ತಾನೆ. ಜೀವನೇನೆ ಜೀವನೇನೆ ಜೀವವೇ ಹೋಗಿ ಬಂದರು. ಜೀವನೀನೇ ಜೀವನೀನೇ ಈ ಉಸಿರು ನಿಂತೆ ಹೋದರು. Wow. സൂപ്പർ God over so soon. I really wanted അത് കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിലും എന്ന് എനിക്ക് തോന്നിയായിരുന്നു. ലൈക്ക് റീസെന്റ് ലൈക്ക് എനിക്ക് തോന്നുന്നു കൃഷ്ണം പ്രണയസഖിക്ക് ശേഷം ലൈക്ക് കന്നഡയിൽ നിന്ന് ബാക്കി വന്ന സോങ്സ് ഒക്കെ എന്ന് വെച്ചാൽ ഇറ്റ് വാസ് വെരി ഒരു ആവറേജ് ഫീൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. ബട്ട് ദിസ് ഹാസ് ദ സെയിം ഒരു നമ്മൾ പറയാം അതിനുശേഷം നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാട്ടാണെന്ന് പറയാം. I really like that vibe, ആ ഒരു റൊമാൻറ്റിക്. I was thinking ശരിക്കും മാർട്ടിൻ പടത്തിന് വന്നേക്കുന്നൊക്കെ ഒരു വേറെ ലെവൽ വൈബ് സാധനമാണ്. How they are going to bring a romantic song എന്നുള്ള ഒരു ഡൗട്ട് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ലൈക്ക് ഐ വുഡ് സേ ദാറ്റ് they managed like anything because നമുക്കറിയാം ധ്രുവ സർജ അദ്ദേഹത്തിന്റെ ഫേസില് മാസ് മാത്രമേ ഉള്ളൂ. കംപ്ലീറ്റ് മാസ് ആക്ച്വലി. ആൻഡ് ദാറ്റ് ടു ദാറ്റ് ബോഡി നോ ലാസ്റ്റ് ടൈം നമ്മൾ കണ്ടില്ല ഭയങ്കര ഹെവി ബോഡിയാണ്. അപ്പോൾ നൗ ഓൾസോ ലൈക്ക് അവരത് എന്താ പറയാ കവർ ചെയ്ത് ഷർട്ട് ഇട്ട് കവർ ചെയ്തിട്ട് ലൈക്ക് I feel this romantic portion was the most difficult area for him to act. I feel എനിക്ക് തോന്നി അങ്ങനെയാ. കാരണം we have not witnessed also no before. We don't know actually he can do romance. Because he massle he is complete. He doesn't need to like show much things actually. Like വന്ന് നിൽക്കുമ്പോ തന്നെ ആ ഒരു ഫീല് നമുക്കൊരു ഡേഞ്ചർ ഫീല് നമുക്ക് അടിക്കും. പക്ഷേ like romantically I was feeling some areas and all. Oh my God, he was feeling now somehow if this scene get over it is good. Like അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഒരു പാവം ഫേസ് like what we have seen in the trailer no little shy and a little scared kind of some areas like so for that only our specs that too in the trailer we have seen is a mass complete avatar and here അത് കാണുന്ന സമയത്ത് നമ്മൾ തന്നെ ഇങ്ങനെ പേടിച്ചിരിക്കണം എന്താണ് കാണിക്കാൻ പോകുന്നുള്ളത്. that innocent face was there here. ഭയങ്കര innocent face ഈ പാട്ടില് നമ്മൾ എന്താ പറയാ ശരിക്കും അങ്ങനെ എനിക്ക് തോന്നിയത്. അതായത് പറഞ്ഞ് ഇത് വേണം ഈ എലമെന്റ് ഇസ് റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട് ശരിക്കും ആള് പറഞ്ഞ പോലെ ശരിക്കും എനിക്ക് തോന്നുന്നു ഐ ഫീൽ ഹി വുഡ് ഹാവ് സേ ബിഗ് നോ ടു ദി സോങ്സ് ആൻഡ് ഓൾ ബിഫോർ ദിസ്. അങ്ങനെ എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം വെച്ചാൽ ലൈക്ക് നമ്മൾ പറയില്ലേ ചില ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം അർജുൻ സർജ അദ്ദേഹത്തിന് when he come to that romantic songs and all like എന്താ പറയാ മറ്റേ പടം എന്തായിരുന്നു മുതൽവൻ സോങ്സ് ഒക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് പറയാം ഭയങ്കര ഒരു കെമിസ്ട്രി ആയിരിക്കും. ആ ഒരു ഹീറോയിന്റെ ഒപ്പം ആണെങ്കിൽ നമുക്ക് ഭയങ്കര റൊമാൻറ്റിക് ഫീൽ അവിടെ വരും. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭയങ്കര റൊമാൻറ്റിക് ചെറിയൊരു പേടിയാണ്. ബട്ട് മാനേജ് ചെയ്യുന്ന ആ ഒരു വിഷ്വൽസിലാണ്. കാരണം ആൻഡ് ദാറ്റ് ടു വിഷ്വൽസ് ആർ സൂപ്പർ. കാരണം ആ ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ അങ്ങനെ കാണിക്കുന്നുണ്ട്. ദാറ്റ് ടു വിഷ്വൽ ആ ലൊക്കേഷൻ ഒക്കെ ചൂസ് ചെയ്തത് we are into that. അതിലായിട്ട് പോകുന്നുണ്ട് ഭയങ്കര. I really wanted to continue that. ആ ഒരു സോങ് ഇനി ഉണ്ടായിരുന്നെങ്കിലോ എന്നുള്ള ഒരു ഭയങ്കര ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് സ്റ്റോപ്പ് ആവല്ലേ എന്നുള്ള ഒരു ഫീല്. ആൻഡ് മനു ശർമ്മ ഒരു ഓൾഡൻ എറയിലോട്ട് കൊണ്ടുപോയൊരു ഫീലും കിട്ടിയല്ലേ. കാരണം അത്രയും വൈബുള്ള ഒരു സോങ്, ആ ഒരു പണ്ടത്തെ ഒരു വൈബുള്ള ഒരു സോങ്. Truly telling, like even heroine ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ I was totally looking at him only. Like I don't know why. Like okay, you are looking at him fine, but I was looking completely him only actually. കാരണം എന്താ അറിയോ, ഞാനിങ്ങനെ നോക്കായിരുന്നു ആ സ്പെക്സ് ഒക്കെ വെച്ച് ഈ കണ്ണ് എവിടെന്നെങ്കിലും കാണാൻ പറ്റുമോ എന്നുള്ള. Usually in songs in I would look into different things. കാരണം കുറെ attractive ആയിട്ടുണ്ടാവുമല്ലോ, might be some background or something like that would be like would be there in every song. പക്ഷെ ഇതിൽ I was looking at him, though it was like ഒരു ഷെയ്ഡ് ആണ്, ഒരു സൈഡ് ആണ് കാണിച്ചുകൊണ്ടിരുന്നത്. വെച്ചത് though there is some element ഉണ്ടായിരുന്നു like which is very attracting to the song, and also like obviously whoever is that pair also, she also said what's her name, Vaibhavi. പുള്ളിക്കാരത്തെയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ആ ഒരു പെർട്ടിക്കുലർ സ്ക്രീനിൽ പുള്ളിക്കാരി വരുന്ന സമയത്ത്, ആൻഡ് എസ്പെഷ്യലി മാച്ചിങ് വിത്ത് ഹിസ് മാനറിസംസ് ആൻഡ് ഓൾ,
ആ ഒരു കെമിസ്ട്രി അവിടെ വരുന്നുണ്ട്, ഇൻഡയറക്റ്റ് കെമിസ്ട്രി അവിടെ വരുന്നുണ്ട്. സം കെമിസ്ട്രീസ് ആർ ഹാപ്പനിങ് And that too we are melting with the Sonu Nigam voice, no? That is there is Sonu Nigam and Shruti Kar both. ആ ഒരു വോയിസിൽ നമ്മൾ അങ്ങനെ മെൽറ്റ് ആയി പോകുന്നുണ്ട്. സോ ബിക്കോസ് ഓഫ് ദാറ്റ് ഐ തിങ്ക് ആൻഡ് യു ആർ സീയിങ് ഓക്കെ ഫൈൻ, ബിക്കോസ് ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ചുട്ടമല്ലേ സോങ് കാണുമ്പോൾ ഐ വിൽ ബി സീയിങ് മോർ ഇൻ ടു ജാൻവി, ബട്ട് ഹിയർ നോ ഐ വിൽ വാച്ചിങ് മോർ ഇൻ ടു ധ്രുവ സർജ. കാരണം സ്ക്രീൻ പ്രസൻസ് സൂപ്പർ വെരി നൈസ്. എന്തായാലും വെയിറ്റിംഗ് ഫോർ മാർട്ടിൻ മൂവി, ബട്ട് ഐ ഡോണ്ട് നോ വെദർ ദി സോങ് വുഡ് ബി ദേർ ഇൻ ദ മൂവി ഓർ നോട്ട്. നമുക്കത് കണ്ടറിയാൻ സംബന്ധിച്ച്. സോ പ്ലീസ് കമന്റ്. അടുത്ത വീഡിയോയിൽ കാണാം.